തന്നെയാണ് കേവലം ഇനിയൊരു മത്സരം അവസാനിക്കാൻ. അതാ മത്സരം, രണ്ടാമത്തെ മെഡൽ ശ്രീജേഷിന്റെ രണ്ടാമത്തെ ഒളിമ്പിക്സ് മെഡൽ എത്തിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് കിഴക്കമ്പലത്തെ പാറാട്ട് കുടുംബം ഇതാ സന്തോഷം കൊണ്ട് നിൽക്കുന്നു. അച്ഛൻ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, അമ്മതാ ഇവിടെ പ്രാർത്ഥനയിൽ ഇപ്പോഴും ഉണ്ട്. കരയുന്നുണ്ടോ? സന്തോഷമാണ്. എങ്ങനെയുണ്ട്? പറയില്ല, ഒന്നും പറയില്ല. അമ്മ സന്തോഷം കൊണ്ട് കരയുന്നു. വളരെ ഹോക്കിയിൽ മിന്നും തിളക്കമാണ് ശ്രീജേഷിന്റെ, നായകന്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണവും അവരുടെ സന്തോഷവും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഷിനോജാണ് വിവരങ്ങൾ അവിടെ നൽകിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ദൃശ്യങ്ങളാണ്. ഏറെ നേരം വലിയ ടെൻഷനായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അമ്മ വലിയ പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ സ്പെയിനെ ഇതാ പരാജയപ്പെടുത്തി. വെങ്കല പോരാട്ടത്തിൽ ഇന്ത്യ വിജയം കുറിച്ചിരിക്കുന്നു. 2-1 വിജയം. PR ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷിനോജ് ജസ്റ്റി തുടരുന്നു. ഷിനോജ്, അവിടെ വലിയ സന്തോഷത്തിന്റെയും ആരവങ്ങളും ഒക്കെയാണ് ആ ദൃശ്യങ്ങളിലത് പ്രകടവുമാണ്. ഒരു വീരോചിതമായ മടക്കം അല്ലെങ്കിൽ വിരമിക്കൽ എന്ന് പറയാം. ഈ മത്സരത്തോടെ വിരമിക്കുന്നു എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. ഒളിമ്പിക്സോടെ വിരമിക്കുന്നുവെന്ന്. ഇത്തരത്തിൽ ഒരു ഹോക്കി താരം അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലേക്ക് ഉയർന്നു വരുന്ന സമയത്ത് ശ്രീജേഷിന്റെ അച്ഛന്റെ പ്രതികരണം വരുന്നു. കിഴക്കമ്പലത്തെ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും ആരവവുമാണ് കാണുന്നത്. ഇന്ത്യക്ക് ഇത് അഭിമാന മുഹൂർത്തമാണ്, അഭിമാന നിമിഷമാണ്. ഹോക്കിയിൽ ഇതാ ഒരു മെഡൽ സ്വന്തമാക്കിയിരുന്നു. സെമിയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ വലിയ നിരാശയായിരുന്നുവെങ്കിൽ ഇതാ വെങ്കല മെഡൽ എന്ന നേട്ടം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടീം ഇന്ത്യക്ക് വലിയ ഇന്ത്യൻ അഭിമാനം വാനോളം ഉയർത്തുന്നത്. PR ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം. രാജ്യത്തിനാകെ അഭിമാനം പകരുന്ന വിജയമാണ് പാരീസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലും പിന്നീട് 2014 റിയോ ഒളിമ്പിക്സിലും അന്ന് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ കൂടിയായിരുന്നു ശ്രീജേഷ്. ശ്രീജേഷിന്റെ അവിടെ നിന്ന് പ്രതികരണം വരികയാണ്. ഇന്ത്യക്ക് വെങ്കല മെഡൽ, ഇന്ത്യക്ക് വലിയ നേട്ടം. പാരീസിൽ നിന്ന് നല്ല വാർത്തയാണ് ഈ സായാഹ്നത്തിൽ വരുന്നത്. PR ശ്രീജേഷ് ആ ടീമിന്റെ ഭാഗമാണ് എന്നത് നമ്മുടെ സന്തോഷം അത് സ്വാഭാവികമായും ഇരട്ടിയാക്കുന്നുമുണ്ട്. PR ശ്രീജേഷിന്റെ വിരമിക്കൽ മത്സരമായിരുന്നു.